പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ 30 വർഷമായി പുകവലിയുടെ അടിമത്തിൽ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനെ ഇതിന്ന് മോചനം വേണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ നന്നായിട്ടൊന്ന് സംസാരിച്ച് കുർബാന സ്വീകരിക്കുക. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എന്താണോ സ്വീകരിച്ചത് അത് നിന്നോട് തന്നെ ഒന്ന് ഏറ്റു പറയാൻ തയ്യാറാകുക. അപ്പോൾ നിനക്ക് അനുഭവമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അനുഭവം എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? അനുഭവം ഉണ്ടാകണമെങ്കിൽ നാം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാസ്തവത്തിൽ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ തലയിൽ നമ്മളത് വിതയ്ക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്താണോ നമ്മൾ സ്വീകരിച്ചത് അത് നമ്മോട് തന്നെ നാം ഏറ്റുപറയുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും. ആ സഹോദരൻ അങ്ങനെ 2-3 ദിവസം അങ്ങനെ ഏറ്റുപറഞ്ഞു. 4-ാം ദിവസം അവന് സിഗരറ്റ് എടുത്ത് വലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം ഈ ചുണ്ടുകൾ ഈശോയുടെ ചുണ്ടുകളാണ്, ഈ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. 1 കൊരിന്ത്യർ 6:17 പറയുന്നത് പോലെ ഇത് കർത്താവിൻ്റെ അവയവമാണ്. ഈശോയുടെ അവയവം നിനക്ക് അങ്ങനെ വേശ്യയുടെ അവയവമാക്കാൻ കഴിയും? ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ശരീരത്തിൽ ആർക്ക് പാപം ചെയ്യാൻ കഴിയും? ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഇത് പരിശുദ്ധമായ ശരീരമാണ്, ഇത് ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്, ഇത് അവൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പുതിയ ശരീരം സ്വീകരിക്കുന്ന ജീവിതമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പുതിയ ശരീരം സ്വീകരിക്കുന്ന ജീവിതമാണത്. ഹല്ലേലൂയ. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. പുതിയ ശരീരം സ്വീകരിക്കുക, അതാണ് മാനസാന്തരത്തിൻ്റെ ജീവിതം. അതിൽ കുറഞ്ഞതൊന്നും തന്നെ മാനസാന്തരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പുതിയ ശരീരം തന്നാണ് ഈശോ നമ്മളെ ഓരോ ദിവസവും പ്രഭാതത്തിൽ അയക്കുന്നത്. ഈശോയുടെ ശരീരമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിൽ ഇനി പഴയത് യാതൊന്നുമില്ല. അതുകൊണ്ട് സാത്താന് ഇനി നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. സാത്താൻ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ കാര്യങ്ങൾ പറഞ്ഞാണ് സാത്താൻ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. ആ പഴയ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഓർത്തോർത്ത് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ തലയിൽ കിടക്കുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളെ കേന്ദ്രമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് നമ്മളിൽ പ്രവൃത്തികളായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നിൽ അവന് ചിന്ത കിടപ്പുണ്ട്. തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മുടെ കൈകാലുകളിലേക്ക് സന്ദേശമായി കടന്നു വരുന്നു. തല പറയുന്നതനുസരിച്ചാണ് കൈയും കാലും പ്രവർത്തിക്കുന്നത്. തല പറയുന്നതുകൊണ്ടാണ് നമ്മൾ കൈ പൊക്കുന്നത്, നമ്മൾ നടക്കുന്നത് ഒക്കെ തല ഓർഡർ കൊടുത്തിട്ടാണ് നമ്മുടെ കൈകാലുകളെല്ലാം അനുസരിക്കുന്നത്. അങ്ങനെ തലയിൽ നിന്ന് നമ്മുടെ കൈകാലുകളിലേക്ക് നിരന്തരമായി സന്ദേശം ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിൽ നിന്ന് മെസ്സേജ് നമ്മുടെ കൈകാലുകളിലേക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോൺസിലൂടെയാണ്. ഓരോ ന്യൂറോണിലും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കെമിക്കൽസ് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ലോ ഗ്രേഡിൽ കറന്റ് ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ,
അങ്ങനെയാണ് തലയിലെ സന്ദേശങ്ങൾ കൈകാലുകളിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലയിൽ നിന്ന് ഏത് സന്ദേശമാണ് നമ്മുടെ കൈകാലുകളിലേക്ക് പകർത്തപ്പെടുന്നത്? ഹല്ലേലൂയ. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ, വിശ്വാസത്തിനെതിരായ ചിന്തകൾ, പ്രത്യാശയ്ക്ക് എതിരായ ചിന്തകൾ, ഈ ചിന്തകൾ നമ്മുടെ തലയിലൂടെ നമ്മുടെ കൈകാലുകളിലേക്ക് പകർത്തപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ആ ന്യൂറോണിലൂടെ അത് കടന്നു പോകുമ്പോൾ ഓരോ ന്യൂറോണിലുമുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഈ കെമിക്കൽസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. നമ്മളിൽ പലരും രോഗികളായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകൾ തലയ്ക്കകത്ത് സൂക്ഷിച്ചാൽ നീ നിന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്, നീ നിന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നീ അത് നശിപ്പിക്കരുത് എന്നാണ് കർത്താവിന് പറയുവാനുള്ളത്. നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. അങ്ങനെ നീ ചെയ്താൽ നീ നിന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം മനസ്സിൻ്റെ സ്വസ്ഥത എന്നത് നമ്മളോടുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. നിന്റെ മനസ്സിനെ സ്വസ്ഥതയിൽ സൂക്ഷിക്കുക എന്നത് നിനക്ക് നിന്നോടുള്ള ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ സ്വസ്ഥതയിൽ സൂക്ഷിക്കുക, ശാന്തതയിൽ സൂക്ഷിക്കുക. മനസ്സ് ശാന്തമായാലേ ദൈവസ്വരം കേൾക്കാൻ കഴിയൂ. അതുകൊണ്ട് മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മുടെ തലയിലെ ചിന്തകൾ, നിരാശയിലേക്ക് നയിക്കുന്ന ചിന്തകൾ, ദുഃഖത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ, ഭയത്തിലേക്ക് നയിക്കുന്ന ചിന്തകളെ നമ്മൾ ഒരിക്കലും താലോലിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തന്നെയായിരിക്കും നിന്നെ നശിപ്പിക്കുന്നത്. നീ നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിക്ക് ചായ കുടിക്കണം, അയാൾക്ക് ചായ കുടിക്കാം, പക്ഷെ അയാൾ തിളച്ച ചായ വായിൽ കോരി ഒഴിച്ചാലോ പൊള്ളിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചായ കുടിക്കാം, പക്ഷേ ശരീരം പൊള്ളിക്കാതിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നീ നിന്നെ തന്നെ നശിപ്പിക്കാതിരിക്കുക. അത് നിനക്ക് നിന്നോടുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ദൈവം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഈ ചിന്തയുടെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നേരെ മറിച്ച് മറ്റ് ചില ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈശോ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനമൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓണാക്കാനൊക്കെ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് ദൈവം അതൊക്കെ നേരത്തെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ ഇതാ നിരാശ, ദുഃഖം, ആകുലത എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ പായാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം തകരാറുണ്ടാക്കും, നമ്മളെ രോഗിയാക്കി മാറ്റുന്നു, നീ നിന്നെ തന്നെ നശിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മൾ വിവേകമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചിലർ എത്ര കൗൺസിലിംഗ് നടത്തിയാലും അവരുടെ തലേന്ന് പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഓർക്കും പിന്നെയും വേദനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് ആളുകൾക്ക് മുമ്പേ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും ധ്യാനിക്കാൻ വന്നു. ഭർത്താവിന് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു സ്ത്രീയുമായി ഇച്ചിരി അടുപ്പം ഉണ്ടായിരുന്നത് ഭാര്യ അറിഞ്ഞു. ഏതായാലും വീട്ടിൽ വലിയ പ്രശ്നമായി. ഇയാൾ ഭാര്യയുടെ കാലെ പിടിച്ച് മാപ്പി ചോദിച്ചു. ഇനി അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിച്ചു. ഭാര്യ ഇനി അങ്ങനെയൊന്നും അയാൾ ആ ജോലിയും അവസാനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി നീ ഈ കാര്യം, 2 പിള്ളേരും ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട്. പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഈ കാര്യമൊന്നും നീ വിളിച്ച് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ഇതോട് നിങ്ങളെ മാപ്പ് ചോദിച്ചോട് തീർന്നു, എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവൾ അത് തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിള്ളേർക്ക് അപ്പനോട് വലിയ വിഷമതയായി. അവസാനം ഇയാൾ പിള്ളേരുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവള് ഈ പഴയ കാര്യം വിളിച്ച് പറയുക. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾ ചെന്ന് വികാരിച്ചെടുക്കെ ചെന്ന് പറഞ്ഞപ്പോൾ വികാരിച്ചൻ ഭാര്യയെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആ കാര്യം ഓർക്കും വീണ്ടും ഭയങ്കര പ്രയാസമാണ് അച്ഛാ. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞ് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വിചാരിച്ചൊരു മുമ്പിൽ വെച്ച് ഒന്നുകൂടെ മാപ്പ് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതോടുകൂടി അവസാനിച്ചാ, തീർന്ന്, സന്തോഷമായെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ഇതാ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ രാവിലെ ഇത് തന്നെ ഇവള് വിളിച്ച് പറയുക. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി 2 പോയി ധ്യാനം കൂടാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇവള് നേരത്തെ തന്നെ അവിടെ ചെന്ന് കൗൺസിലിംഗ് നടത്തുന്ന ആളോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, അതുകൊണ്ട് ഒന്ന് പിടിച്ച് ശരിക്കും ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഈ ഭർത്താവ് പറഞ്ഞു എൻ്റെ അച്ഛ ഇത് ഇവളുടെ തലയിൽ നിന്ന് പോയി അല്ലേ, ഇതാണ് സംഭവം. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു. അവർ പറഞ്ഞു അച്ഛാ പൂർണ്ണമായിട്ട് ഞാൻ ഭർത്താവിനോട് ക്ഷമിച്ചിരിക്കുക, പിന്നെ എൻ്റെ തലയിൽ നിന്ന് അത് പോയി അല്ല, അത് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമ്മുടെ ഓർമ്മകളൊന്നും ഒരിക്കലും പോയില്ല, അതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈശോയുടെ ശരീരം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ശരീരം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരി മറക്കാനാണ് ശ്രമിക്കുന്നത്. മറക്കാൻ ശ്രമിച്ചാൽ പോകുമോ? എന്നാൽ പുതിയ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴോ സംഗതി മാറി. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പുതിയ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖ ഓർമ്മകളും എല്ലാം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം, ഞാൻ ഏത് തല കൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തല കൊണ്ടാണോ സംസാരിക്കുന്നത് അതോ പഴയ തല കൊണ്ടാണോ? ഹല്ലേലൂയ. പഴയ തലയാണെങ്കിൽ പഴയതേ വരികയുള്ളൂ. പുതിയതാണെങ്കിലോ പുതിയതിൽ പഴയതൊന്നും കിടപ്പില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയത് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം, കാരണം ഈ ശരീരം പുതിയതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വേർതിരിക്കണം. കുർബാന സ്വീകരിക്കുന്ന വഴി പഴയതും പുതിയതും വേർതിരിക്കപ്പെടുന്നു. പഴയ ശരീരവും പുതിയ ശരീരവും ഇതാ വേർതിരിക്കപ്പെടുന്നു. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കാണുന്നത് നമ്മൾ ഇന്ന് വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുന്നത്. നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തി അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും അവർ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളോട് ചോദിച്ചു നീ ആരാണ്?
ഞാൻ കറവക്കാരൻ, അവൻ്റെ പണി കറവയാണ്, അതുകൊണ്ട് കറവക്കാരൻ. ഹല്ലേലൂയ. അലക്കാരൻ എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ. ഹല്ലേലൂയ. അപ്പോൾ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണോ ചെയ്തത് അതാണ് ഞാൻ. അങ്ങനെയാണ് നമ്മൾ നമ്മളെ കാണുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, അതല്ല നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് വരെ നമ്മൾ എന്തൊക്കെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ഒരു പഴയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് വരെ നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതല്ല നീയേ. ഇന്ന് വരെ നീ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പഴയ മനുഷ്യനാണ്. അത് നമ്മുടെ പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യനാണ്. നമ്മളത് ചിന്തിച്ചാൽ നമ്മളിന്നും പഴയ മനുഷ്യനായിരിക്കും. നമ്മൾ ഇന്ന് വരെ എന്താണോ ചെയ്തത് അതല്ല നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിൽ പത്രോസിന് ചരിത്രം വായിക്കുന്നുണ്ട്. പത്രോസ് വളരെ ചഞ്ചലചിത്തനായ മനുഷ്യനാണ്. എല്ലാവരും പറയും പത്രോസിനെ കുറിച്ച് വായിച്ചിട്ട് എന്നാ പറയുന്നത്, അയ്യോ ഈ മനുഷ്യൻ ഇപ്പം പറഞ്ഞ ഇച്ചിരി കഴിയുമ്പോൾ മാറിക്കളയും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചരിത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് ആള് പറഞ്ഞെടുത്ത് നിൽക്കുകയല്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഈശോ പത്രോസിന് നേരെ നോക്കിയിട്ട് പറഞ്ഞു, നീ പാറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ ഈശോ അങ്ങനെ പറയാൻ കാരണം? പത്രോസേ, നീ ഇന്ന് വരെ എന്താണോ ചെയ്തത് അതല്ല നീയേ. അതല്ല നീയേ. ഞാൻ നിന്നെ എന്തിനായിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് നീയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വരെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അതൊന്നും യഥാർത്ഥ നമ്മളല്ല. ഹല്ലേലൂയ. അതൊന്നും യഥാർത്ഥ നമ്മളല്ല. അത് നമ്മുടെ ഒരു ഫാൾസ് ആയിട്ടുള്ള രൂപമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഫാൾസ് ആയിട്ടുള്ള ഒന്നാണ്. അതല്ല നീയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് നമ്മളെടുത്ത അണിഞ്ഞ ഒന്നാണ്. ഒരാളെ ഇന്ന് വരെ ആ വ്യക്തിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളുമെല്ലാം നിറഞ്ഞ ആ വ്യക്തിയുടെ സ്വഭാവം, ആ സ്വഭാവം ഇവിടുന്ന് ആ വ്യക്തി ആർജിച്ചെടുത്തതാണ്. അയാളുടെ ജീവിതത്തിൽ ആരെല്ലാം കയറി ഇടപെടുകയോ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ അതുമൂലമുണ്ടായ ഒരു സ്വഭാവമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്വഭാവം ദൈവം കൊടുത്ത സ്വഭാവമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മാതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സ്വഭാവം, താൻ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലത്തിൽ തനിക്ക് കിട്ടിയ സ്വഭാവം, താൻ ജീവിച്ച കമ്മ്യൂണിറ്റിയിൽ നിന്ന് തനിക്ക് കിട്ടിയ സ്വഭാവം, അങ്ങനെ അവരിൽ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ സ്വഭാവമാണ്. ഈ സ്വഭാവത്തെ നമുക്കൊരു വസ്ത്രമായിട്ട് വിളിക്കാം. ഹല്ലേലൂയ. ആ വസ്ത്രമാണ് അയാൾ അണിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വസ്ത്രം എന്ന് പറയുന്നത് അയാളല്ല. ഹല്ലേലൂയ. ഈശോ എന്തിനായിട്ടാണോ ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഈശോ നിന്നിലെ യഥാർത്ഥ വ്യക്തിയെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്താണോ അണിഞ്ഞിരിക്കുന്നത് അതല്ല ഈശോ കാണുന്നത്. നിന്നിലെ യഥാർത്ഥ വ്യക്തിയെ കാണുന്നവനാണ് ഈശോ. ബൈബിളിലെ ഗദയോൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാവരും പട്ടാളത്തിൽ ചെന്നപ്പോഴേക്കും ഗദയോന് പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. യുദ്ധം കേട്ട ആൾ ബോധം കെട്ട് വീഴുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ചെറുപ്പക്കാരന് അറിയാം എല്ലാവരും പട്ടാളത്തിൽ ചേരണമെന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ട് ഗദയോൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തിൽ ചേരാതെ വീട്ടിൽ ഒളിച്ചിരുന്നു. ചക്കിന് ചോട്ടിലാണ് ഒളിച്ചിരുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ആട്ടി തിന്നാലെന്ന് വിചാരിച്ച് അതിന് ചോട്ടിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒളിച്ചിരിക്കുകയാണ്, പേടിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ച് ഒളിച്ചിരിക്കുമ്പം ഈ ഗദയോൻ ഒരു ശബ്ദം കേൾക്കുകയാണ്.
അല്ലയോ ധീരനായ യുവാവേ എന്ന്. ദേഷ്യം വരാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 പ്രാവശ്യം ഒച്ചത്തിൽ വിളിച്ചു. ഹല്ലേലൂയ, ധീരനായ യുവാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, ദൈവം എന്താണോ നിന്നിൽ കാണുന്നത് അതാണ് ദൈവം നിന്നിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ അങ്ങനെ ഒരു യഥാർത്ഥ വ്യക്തിയുണ്ട്, ദൈവം സൃഷ്ടിച്ചൊരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെയാണ് ദൈവം കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഗദയോനെ വിളിച്ചു, ധീരനായ യുവാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് ചരിത്രം അതല്ലേ കാണിക്കുന്നത്. അങ്ങനെ ദൈവം ഗദയോനിൽ ഇരുന്ന യഥാർത്ഥ മനുഷ്യനെ, ധീരനായ മനുഷ്യനെ ദൈവം എന്തിനായിട്ട് സൃഷ്ടിച്ചു? ആ യഥാർത്ഥ വ്യക്തിയെ ദൈവം വിളിച്ച് പുറത്തിറക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഫിലിസ്ത്യരെ തോൽപ്പിച്ച് വിജയം വരിച്ചു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ, അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അവളെ പിടിച്ച് ഇതാ യേശു മുമ്പിൽ കൊണ്ടുവരികയാണ്. ഫരിസേയ പ്രമാണികൾ, യഹൂദ പുരോഹിതന്മാരും അവളോട് പറഞ്ഞു, നീ വധശിക്ഷയ്ക്ക് അർഹയാണ്, നീ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും യഹൂദന്മാരും ഒക്കെ പറഞ്ഞത് നീ കല്ലെറിയേണ്ടവളാണ്. നാട്ടുകാരെന്ന് പറയുന്നു അവൾ കല്ലെറിയേണ്ടവളാണ്. ഇനി അവൾക്ക് എന്ത് തോന്നുന്നു? അവളും കല്ലെറിയേണ്ടതാണ് എന്നാണ് അവളുടെയും ചിന്ത. ഹല്ലേലൂയ. ഞാൻ കല്ലെറിയപ്പെടാനായിട്ട് ഉള്ളവളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അങ്ങനെയുള്ള ഒരു ജീവിതത്തിലാണ് ഞാൻ കല്ലെറിയപ്പെടേണ്ടവളാണ്. ഹല്ലേലൂയ. എന്നാൽ ഈശോ എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ കല്ലെറിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിന്നെ കല്ലെറിയുന്നില്ല, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. കാരണം നീ എന്താണോ ചെയ്തത് അതനുസരിച്ചല്ല ഞാൻ നിന്നെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല യഥാർത്ഥ നീയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവളിൽ കല്ലെറിയേണ്ടതായ ഒരു ജീവിതമുണ്ട്, പക്ഷെ അതല്ല അവള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ഞാൻ ഒരു സ്കൂളിൽ, ഒരു വേദപാഠ സ്കൂളിൽ വേദപാഠം ത്തിൻ്റെ സമയത്ത് അവിടുത്തെ കുട്ടികൾ ബൈബിളിലെ ചില രംഗങ്ങൾ നാടകമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അവതരിപ്പിച്ചത് ലാസർ ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ലാസറായിട്ട് ഒരുത്തനെ ഒരു പെട്ടി പോലെ അതിൻ്റെ അകത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയായിട്ട് വന്ന ആള് 3 പ്രാവശ്യം ഉച്ചരിച്ചു, ലാസറേ പുറത്ത് വരിക. ലാസർ അല്പം ഒന്ന് പൊങ്ങി, അത്രയേ ഉള്ളൂ. പുറത്ത് വരാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ ഉടുപ്പ് എവിടെയോ ഉടക്കി കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പുറത്ത് വരിക. അവൻ പൊങ്ങാൻ നോക്കിയിട്ട് പൊങ്ങുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ ഈശോയ്ക്ക് ഇച്ചിരി ദേഷ്യം വന്നു. ഹല്ലേലൂയ. അപ്പോൾ നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞതെന്ന് അവൻ വൈകി പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ അവൻ പറയാ, ശവപ്പെട്ടി എന്നെ വിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശവപ്പെട്ടി നിന്നെ വിടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പഴയ മനുഷ്യൻ നമ്മളെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോ വിളിച്ചുണർത്തുന്നത് നിന്നിലെ ഈശോ കാണുന്ന ഒരു ജീവിതമുണ്ട്, നിന്നിലൊരു പുതിയ വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഈശോ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നിലെ പുതിയ വ്യക്തിയെ ഈശോ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമയോനെ നീ പാറയാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വിളിയെ
പഴയ മനുഷ്യനെ അല്ല ദൈവം വിളിക്കുന്നത്, പഴയതും പുതിയതും വേർതിരിക്കുന്നു ദൈവം. ഇതാ യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറുടെ ശരീരം അഴുകിയതായിരുന്നു, പുഴുക്കൾ തിന്നതായിരുന്നു. അതൊക്കെ പുഴുക്കൾ കൊണ്ടുപോയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈശോ അവനെ വിളിച്ചപ്പോൾ പുഴുക്കൾ തട്ടിക്കൊണ്ടുപോയ ശരീരമല്ല, അവന് മറ്റൊരു ശരീരമുണ്ട്. ഹല്ലേലൂയ. ഈശോ കൊടുത്ത ശരീരം. ഹല്ലേലൂയ. ഈ യേശു നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും ഒന്ന് ശരിക്കും കാണണം. ഹല്ലേലൂയ. ഒരു മുറിയിൽ, ആ മുറിയിൽ ഒരു മെഴുതിരി കത്തിച്ചു വെച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മെഴുതിരി വെട്ടത്തിൽ നമ്മൾ ആ മുറിക്കകത്ത് കുറേ ചെളിയെല്ലാം കിടപ്പുണ്ട്, അഴുക്കെല്ലാം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ മെഴുതിരി വെളിച്ചം വാസ്തവത്തിൽ ഈ അഴുക്ക് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മെഴുതിരി വെളിച്ചം അഴുക്ക് കാണുന്നുണ്ട്, പക്ഷേ ഈ അഴുക്ക് വെളിച്ചത്തെ കയറി പിടിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെഴുതിരി വെട്ടം അവിടെ അഴുക്ക് കാണുകയാണ്. ഹല്ലേലൂയ. പക്ഷേ വെട്ടത്തിൽ അഴുക്ക് കയറി പിടിക്കുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. ആ ഈശോ വീണ്ടും നമ്മോട് പറയുന്നു, നീ ഇതാ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. നമ്മളൊരു പ്രകാശമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളിലെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യനും നമ്മളെ യഥാർത്ഥ മനുഷ്യനെ തമ്മിൽ രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ പഴയ മനുഷ്യനെ ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് പറയാൻ കഴിയും, നീ അല്ല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തേർഡ് പേഴ്സണായിട്ടൊന്ന് കാണുക. വെളിച്ചം അഴുക്കിനെ കാണുന്നത് പോലെ അഴുക്ക് വെളിച്ചത്തിൻ്റെ ഭാഗമല്ല. ഹല്ലേലൂയ. ദൈവം തന്നെ സൃഷ്ടിച്ച് വേർതിരിച്ചിരിക്കുന്ന യഥാർത്ഥ മനുഷ്യൻ, ഇതാ നമ്മൾ ചോദിച്ചു നടക്കുന്ന നമ്മുടെ ഫാൾസ് മനുഷ്യൻ, സെൽഫ് ഫാൾസ് ഇമേജും ശരിയായ ട്രൂ ഇമേജും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തമ്മിലൊന്ന് വേർതിരിച്ച് കാണുക. അതല്ല ഞാൻ ഇന്ന് വരെ എന്തെല്ലാം ചെയ്തോ അതല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടുകൂടി നമ്മളിലെ പഴയ മനുഷ്യനെ നമ്മൾ കാണുക, എന്നിട്ട് പറയുക, അതല്ല ഞാൻ, അതല്ല ഞാൻ. ഇത് അവകാശപ്പെട്ട് നീ നിന്റെ ജീവിതത്തെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തയ്യാറാകുക. ദുഃഖം നിറഞ്ഞ നമ്മുടെ ഈ സ്വഭാവത്തെ മുഴുവനും ഒരു വസ്ത്രം പോലെ കാണുക. അഴുക്ക് നിറഞ്ഞ കീറിപ്പറിഞ്ഞ ഈ വസ്ത്രത്തെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ബാറുക്കിന്റെ പുസ്തകം 5:1 പറയുന്ന പോലെ, നീയെ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഈ വസ്ത്രം മാറ്റിക്കളയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യനായവന്റെ മഹത്വത്തിൻ്റെ കിരീടം നീ അണിയുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിഷണറി, അദ്ദേഹം ഏതാണ്ട് 80 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ 3 ചെറുപ്പക്കാർ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വന്നു. അവരെ അവിടെ ഇരുന്നുകൊണ്ട് ചീട്ടുകളിയും തെറിയും പാട്ടും കൂത്തും ഒക്കെയായി.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കളിക്കാൻ വേണ്ടി ചീട്ട് കളിക്കാൻ വേണ്ടിയിരുന്നു. ചീട്ട് കളിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ 3 പേരേ ഉള്ളൂ. ഒരാളൂടെ ഉണ്ടായിരുന്നു, നന്നായിട്ട് കളിക്കാമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ വയസ്സനും ആ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ മൂലയിലിരിക്കുന്നത്. അവർ ആ വയസ്സനെ വിളിച്ചു, വാ നമുക്ക് കളിക്കാം. പക്ഷെ വയസ്സൻ പോയില്ല. അവർ വിചാരിച്ചു പാവം നടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും വിചാരിച്ചു അങ്ങോട്ട് ചെന്ന് ഒന്നും ചോദിക്കാതെ അയാൾ എടുത്തുകൊണ്ട് വന്ന് ആ ചീട്ടിന് മുമ്പിൽ കൊണ്ടിരുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു വേഗം ചീട്ടെടുക്കുക, കളി തുടങ്ങാമെന്ന് പറഞ്ഞു. വയസ്സൻ തൊട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചു എന്താ എടുക്കാത്തത്? അപ്പോൾ വയസ്സൻ പറഞ്ഞു, അതേ ഈ ചീട്ടെടുക്കാനായിട്ട് എൻ്റെ കൈ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരടുത്ത് കൈ കൊണ്ടുവന്നിട്ടില്ലെന്നോ? ഇയാളുടെ തലയ്ക്കൊന്നും കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അവർ തുടർന്ന് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ആ വയസ്സിനെ 2 കൈകളും ബലമായി പിടിച്ച് മുകളിലേക്ക് പൊക്കി. ഇതല്ലേടോ എൻ്റെ കയ്യ് എന്ന് ചോദിച്ചു. ആ വയസ്സൻ പറഞ്ഞു, അത് എൻ്റെ കൈ അല്ല എന്ന്. പെട്ടെന്ന് അവർ കൈ വിട്ടു. കാരണം ഇതെന്തോ കൂടിയ സൈസ് വട്ടാണ്, സാധാരണ വട്ടൊന്നും അല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈവിട്ട് അല്പം കഴിഞ്ഞപ്പോഴേക്ക് ആ വയസ്സൻ പറഞ്ഞു, ഇതെൻ്റെ കൈയല്ലെന്ന് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ 45 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2 കൈകളും ഞാൻ ഒരാൾക്ക് എന്നേക്കുമായി കൊടുത്തുപോയി. അത് മറ്റാർക്കുമെല്ലാം കർത്താവായ യേശുവിനാണ്. ഇനി ഈ കരങ്ങൾ അവൻ്റേതാണ്, എൻ്റേതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ കരങ്ങൾ അവൻ്റേതാണ്, എൻ്റേതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരം യേശുവിൻ്റെ ശരീരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ രക്തമാണ് നമ്മളിലൂടെ ഒഴുകുന്നത്. ഒരു കൊച്ചിൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാൻ സാധാരണ നടത്തുന്ന ടെസ്റ്റാണ് DNA ടെസ്റ്റ്. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ അത് നടത്തുന്നത് അല്പം രക്തം പരിശോധിച്ചാണ്. ഹല്ലേലൂയ. ഇതാ നമ്മളിലൂടെ ഒഴുകുന്ന ഈശോയുടെ രക്തം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകളാണ് എന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പിതാവായ ദൈവത്തിൻ്റെ മകളാണ് എന്ന കാര്യം നമ്മളിലൂടെ ഒഴുകുന്ന ഈശോയുടെ രക്തം നമ്മോട് പറയുകയാണ്. നമ്മുടെ ശരീരം മുഴുവനും ഇതാ ഈ രക്തം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് മുറിച്ചാലും രക്തമുണ്ട്. രക്തമില്ലാത്തതായി ഒരു ഭാഗവുമില്ല. ഇതാ നമ്മുടെ മുഴുവൻ ശരീരവും പിതാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോയുടെ രക്തം നമ്മളിലൂടെ പായുന്നു. നീ ദൈവത്തിൻ്റെ മകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.